ലോകത്തെ വാക്ക് വ്യത്യാസങ്ങളുടെ തമ്പുരാനായ രാജ്യം, വിശ്വസിക്കാൻ ഒരിക്കലും കൊള്ളാത്ത രാജ്യം. നമുക്കറിയാം അമേരിക്ക. ഈ അമേരിക്ക ഇറാനിൽ ആറ്റം ബോംബ് പ്രയോഗിക്കുമോ? എന്തു തോന്നുന്നു? അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ട്രംപിനെ സംബന്ധിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ, പ്രവചിക്കാവുന്ന ഒരേ ഒരു കാര്യം, അയാളുടെ സ്വഭാവം പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അതാണ്. അയാൾ എത്ര പ്രവചനാതീതനാണെന്നുള്ളതാണ് പ്രവചിക്കാവുന്ന ഏക കാര്യം. ഇപ്പം പറയുന്നതായിരിക്കില്ല അടുത്തതായിട്ട് പറയാൻ പാടില്ല. അത്രയും കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ട് പറയാം. അതുകൊണ്ട് ഈ ട്രംപ് ഭരിക്കുന്ന അമേരിക്ക എന്ത് ചെയ്യും എന്ന് വാസ്തവത്തിൽ നമുക്ക് ഉറപ്പില്ല. എന്നാൽ അമേരിക്ക എന്ന രാഷ്ട്രം ഇറാനിൽ ആറ്റം ബോംബ് ഇടുവോ എന്നൊരു ചോദ്യമാണ് കൃത്യമായിട്ട് ചോദിക്കേണ്ടത്. ഈ ചോദ്യം സത്യത്തിൽ ട്രംപ് ചെയ്യുമോ എന്നുള്ളതും അമേരിക്ക ചെയ്യുമോ എന്നുള്ളതും രണ്ട് ചോദ്യങ്ങളാണ്. അവിടെയാണ് ഭയങ്കര രസകരമായിട്ടൊരു സത്യം ഇരിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് ചില നയങ്ങളുണ്ട്. അമേരിക്കയുടെ പല ദേശീയ നയങ്ങളെ മറികടന്നിട്ടാണ് ട്രംപ് പല തീരുമാനങ്ങൾ എടുക്കുന്നത്. അതായത് അമേരിക്കയുടെ ദേശീയ നയം, ദേശീയ താല്പര്യം എന്നിവയ്ക്ക് എന്താണോ വേണ്ടത് അതിനപ്പുറത്തേക്ക് ഒരു ലൈനിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നു. കാരണം ട്രംപിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ കുറേ ഉയർക്കേടുകളുണ്ട്, അയാളുടെ തന്നിഷ്ടങ്ങളുണ്ട്, അയാളുടെ ധാർഷ്ട്യങ്ങളുണ്ട്, അയാളുടെ സ്വന്തമായിട്ടുള്ള ചില കാൽക്കുലേഷൻസ് ഉണ്ട്. അയാൾ ചെയ്യുന്നതാണ് ശരി എന്നുള്ള അയാളുടെ വിചാരമുണ്ട്. അയാളുടെ ചുറ്റുമുള്ള ഒരു എന്താ പറയുക, ഒരു കിച്ചൺ ക്യാബിനറ്റ് ഉണ്ട്. അയാളുടെ ചുറ്റുമുള്ള കോക്കസ് ഉണ്ട്. ഇവർ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അയാൾ തന്നെ നിശ്ചയിച്ച കാര്യങ്ങൾ ഈ കോക്കസിൽ ഡിസ്കസ് ചെയ്തിട്ടോ ചെയ്യാതെയോ അയാൾ നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇയാൾക്കുള്ള അഡ്വൈസർ അല്ലെങ്കിൽ ഉപദേശി ഇല്ലെങ്കിൽ ഇക്കാര്യത്തിലെ കൂട്ട് എന്ന് പറയുന്നത് നെതന്യാഹുവാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ച് ആകെ ഒറ്റ കാര്യമുള്ളൂ, എങ്ങനെ ഇറാനെ നശിപ്പിക്കണം. ഇറാനിൽ ആറ്റം ബോംബ് അമേരിക്ക ഇടണോ? ഇട്ടു, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ അത് ഇടണമെന്ന് ചോദിച്ചാൽ ഇസ്രായേലിനെ വെച്ച് ഇടണം എന്ന് തന്നെ പറയും. അപ്പോൾ ഇസ്രായേലിൻ്റെ എപ്പോഴുള്ള ഉപദേശം എന്ന് വെച്ചാൽ ഏറ്റവും മാരകമായിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിച്ച് ഏറ്റവും മോശമായ തരത്തിൽ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആറ്റം ബോംബ് ഇട്ടിട്ടായാലും ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഇസ്രായേലും അമേരിക്കയും ജയിക്കുകയാണെങ്കിൽ അടുത്ത ഇലക്ഷനിൽ നെതന്യാഹുവിന് ജയിക്കാൻ പറ്റും. വയസ്സ് പ്രായമായി, ഏതാണ്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കേണ്ട പ്രായമാകുകയാണ്. ട്രംപിന് ഏതാണ്ട് അതെത്തി. നെതന്യാഹു കുറച്ചുകൂടെ കഴിഞ്ഞാൽ അങ്ങനെ. ഈ മനുഷ്യൻ ഇപ്പോഴും അധികാരമോഹം വിട്ടിട്ടില്ല. അയാൾക്ക് സത്യം പറഞ്ഞാൽ ഗുഡ് ബൈ പറഞ്ഞ് വീട്ടിൽ വിശ്രമിക്കേണ്ട സമയമാണ്. പക്ഷേ ഇയാളുടെ അധികാരമോഹം അതിഭീകരമാണ്. അയാൾ അധികാരമോഹി മാത്രമല്ല, സ്വജനപക്ഷപാതിയാണ്, അഴിമതിക്കാരനുമാണ്. ഇയാൾക്കെതിരെ അഴിമതി കേസുണ്ട്, സ്വജനപക്ഷപാതത്തിന് കേസുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഏത് നിമിഷം അറസ്റ്റ് ചെയ്യപ്പെടും, പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും. അപ്പം അധികാരത്തിൽ കയറിയിരിക്കേണ്ട ഒരാവശ്യം എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുമ്പുള്ള അറസ്റ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മരണം വരെ ആ സ്ഥാനത്തിരിക്കാനാണ് അയാൾ ആഗ്രഹിക്കുന്നത് ആക്ച്വലി. മാത്രമല്ല എങ്ങനെയെങ്കിലും അയാളുടെ അന്വേഷണത്തെ അട്ടിമറിക്കണം. ഇസ്രായേലി പോലീസിന് വേണമെങ്കിൽ അയാളുടെ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പോലും അറസ്റ്റ് ചെയ്യാം. അതിപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. കാരണം യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ പ്രശ്നമാണ്. ഒരു ദേശീയ ക്യാബിനറ്റ് ഇപ്പോൾ അവർക്കുണ്ട്, എല്ലാ പാർട്ടികളെയും കൂട്ടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ അതിൻ്റെ തലവനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു സമാധാന കാലഘട്ടമായിരുന്നെങ്കിൽ ഈ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ അയാൾ ജയിലിൽ പോകാനെ. അതാണ് സംഭവിക്കുക. അത്രയ്ക്കും മോശമായ സ്ഥിതിയിലാണ് അയാളെ സംബന്ധിച്ച അഴിമതി കേസുകൾ. അതുകൊണ്ട് അയാൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് അടുത്ത 3-4 മാസത്തിനകം അവിടെ ഇലക്ഷൻ നടക്കും. ആ ഇലക്ഷൻ വിജയിക്കണം. വിജയിക്കാൻ വേണ്ടിയിട്ട് ഇറാനെ നശിപ്പിക്കണം. ഇറാൻ്റെ മുകളിൽ വിജയമുണ്ടായി എന്ന് സ്വന്തം ജനതയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ദേശീയ വികാരം ഉണർത്തി അയാൾക്ക് ജയിക്കണം. ട്രംപിൻ്റെ ഒരാവശ്യം ഇതുപോലൊക്കെ തന്നെയാണ്. കാരണം എന്താ, അമേരിക്കയിലും ഡിസംബർ ആകുമ്പോഴത്തേക്കും മിഡ് ടേം ഇലക്ഷൻ നടക്കും. ഇപ്പോഴത്തെ നിലയ്ക്കാണെങ്കിൽ 8 നിലയിൽ പൊട്ടും. അപ്പോൾ 8 നിലയിൽ പൊട്ടുന്ന ഒഴിവാകുക, കഷ്ടിയെങ്കിലും കടന്നുകൂടുക, എങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇറാനെതിരെ ഒരു മികച്ച വിജയം വേണം. ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ഓപ്ഷൻ എടുക്കാം, വേണമെങ്കിൽ നമുക്കൊരു ആറ്റം ബോംബ് പ്രയോഗിക്കാം എന്നൊരു തീരുമാനം എടുത്തുനിന്ന് വരും. അത് ഒരു ഭാഗമാണ്. എന്നാൽ യഥാർത്ഥ അമേരിക്കൻ വോട്ട്സ് ഇത് ആഗ്രഹിക്കുന്നുണ്ടോ? അതൊരു ചോദ്യം. അമേരിക്കൻ ജനത അല്ലെങ്കിൽ അമേരിക്കയുടെ ദേശീയ നയം, അമേരിക്ക എന്ന രാഷ്ട്രത്തിൻ്റെ, ട്രംപിൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, അത് അത്ര എളുപ്പമാണ് അമേരിക്ക കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് ജപ്പാനിൽ അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ചു. ഹിരോഷിമയിലും നാഗസാക്കിയിലും 2 നഗരങ്ങളിൽ ആറ്റം ബോംബ് വർഷിച്ചു. അനേകായിരം പേര് കൊല്ലപ്പെട്ടു. ഇത് വെച്ചിട്ടാണ് അമേരിക്ക ലോകത്തെ പേടിപ്പിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ആറ്റം ബോംബ് ഉണ്ടെന്നുള്ള മാത്രമല്ല, അത് പ്രവർത്തിക്കുന്നത് തെളിയിച്ചു. അത് വെച്ചിട്ട് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യും, അത് ഞങ്ങൾക്ക് മടിയില്ല എന്ന് തെളിയിച്ചു. ജപ്പാന്റെ മിലിറ്ററി ബേസിൽ ആറ്റം ബോംബ് ഇട്ടിട്ട് നമുക്ക് മനസ്സിലാക്കായിരുന്നു. നഗരങ്ങളിലായിട്ടത് പാവപ്പെട്ട മനുഷ്യ വെന്ത് മരിച്ചു പോയത്. അങ്ങനെ ചെയ്യാൻ മടിയില്ല, കണ്ണിൽ ചോരയില്ല എന്ന് കാണിച്ചെടുത്താണ് അമേരിക്കയെ ലോകം ഭയപ്പെടുന്നത്. അതിനുശേഷം അമേരിക്കയ്ക്ക് ശേഷം റഷ്യ, ചൈന, ഫ്രാൻസ് തുടങ്ങിയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ന്യൂക്ലിയർ പവേഴ്സായിട്ട് മാറി. പിന്നീട് ഇന്ത്യ ന്യൂക്ലിയർ പവറായി. കൂട്ടത്തിൽ പാകിസ്ഥാൻ പ്രയോഗിച്ചു ഞങ്ങൾക്ക് ന്യൂക്ലിയർ പവർ ഉണ്ട് എന്നുള്ളത്. അതോടുകൂടി എന്ത് പറ്റിയെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള മേഖലയായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മാറി. കാരണം നിരന്തരം 2 രാജ്യങ്ങളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, തമ്മിൽ അടി കൂടണം. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ രണ്ടും തന്നെ ന്യൂക്ലിയർ പവേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ നിലയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ, പാകിസ്ഥാൻ, അതിനപ്പുറത്തൊക്കെ ഇറാനും ന്യൂക്ലിയർ പവർ ഡെവലപ്പ് ചെയ്യുന്നതാണല്ലോ അമേരിക്ക പറയുന്നത്. അപ്പം ഇറാൻ ഒരു ന്യൂക്ലിയർ ശക്തിയാണെങ്കിൽ
നമ്മൾ അടുത്തടുത്ത് കിടക്കുന്ന ഒരേ നേർരേഖയിൽ അടുത്ത് കിടക്കുന്ന 3 രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ പവർ ആണെന്ന് വയ്ക്കാം. അതിൽ ഏറ്റവും ശക്തമായ ന്യൂക്ലിയർ പവർ നമ്മുടെ ഭാഗത്ത് ഇന്ത്യ തന്നെയാണ്. പാകിസ്ഥാൻ അങ്ങനെ തത്വദീക്ഷയില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പാകിസ്ഥാനെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്ത്യ ആദ്യം പ്രയോഗിക്കാൻ നിങ്ങൾ നോക്കി നിൽക്കരുത്, ഇന്ത്യയുടെ മേലെ ആദ്യം പ്രയോഗിക്കണം എന്ന് പാകിസ്ഥാനെ ജനങ്ങൾ അവിടുത്തെ ഗവൺമെൻറ്റിനോട് ആഹ്വാനം ചെയ്യാറുണ്ട്. ഗവൺമെൻറ് ആണെങ്കിലും പറയാറുണ്ട്, ഫസ്റ്റ് യൂസ് പോളിസി ഒന്നും ഞങ്ങൾക്ക് അല്ല, സെക്കൻഡ് യൂസ് പോളിസി ഞങ്ങൾക്കില്ല, വി വിൽ യൂസ് ഫസ്റ്റ്, ഞങ്ങൾ ആദ്യം ഇടും. അപ്പം പണ്ട് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരുന്നത് ഫസ്റ്റ് യൂസ് എന്നൊരു പോളിസി ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ചാലേ ഉള്ളൂ. എന്തായാലും മോഡി വന്നപ്പോൾ അത് മാറ്റി, വേണ്ടി വന്നാൽ ആദ്യം നിന്റെ തലയിടാൻ മടിയൊന്നുമില്ല. എങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പം ഇന്ത്യ എന്താ ചെയ്തത്? പാകിസ്ഥാൻ ആറ്റം ബോംബ് ചിലപ്പോൾ പ്രയോഗിച്ചേക്കും. യുദ്ധം 3-4 ദിവസത്തേക്ക് നീണ്ടു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ ആലോചിക്കുന്നത് ആറ്റം ബോംബ് ഇടുക എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ തകരുന്ന അവർക്ക് ഉറപ്പാണ്. പിടിച്ചു നിൽക്കണമെങ്കിൽ ആറ്റം ബോംബ് വേണം. അതുകൊണ്ടാണ് കിരാന ഹിൽസിലെ പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇന്ത്യ നശിപ്പിച്ചു കളഞ്ഞത്. അവരുടെ ആണവായുധ കേന്ദ്രത്തിലേക്കുള്ള വഴികൾ, ഭൂഗർഭ മാർഗങ്ങളെല്ലാം തന്നെ ബോംബിട്ട് തകർത്ത് അടച്ചു കളഞ്ഞു. പെർമനൻ്റായിട്ട് തകർന്നു പോയി എന്ന് പറയാം. ആ മലകൾക്ക് എന്തുമാത്രം കേട് സംഭവിച്ചെന്ന് അറിയാൻ മേല. പൂർണ്ണമായിട്ടും മലകൾ ഇരുന്ന് പോയിട്ട് ഈ ആണവ കേന്ദ്രം മുഴുവൻ അതിനകത്ത് തകർന്നു പോയോ എന്നുള്ള കാര്യത്തിന് വ്യക്തതയില്ല. പക്ഷേ അതിലേക്കുള്ള ഗേറ്റുകൾ മുഴുവൻ തകർക്കപ്പെട്ട് കഴിഞ്ഞു. അതോടുകൂടി ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒരു ആണവ ഭീഷണിയെ അതിജീവിച്ചു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇറാൻ പോലും പ്രഡിക്റ്റബിളാണ്. അവർ ഉണ്ടെങ്കിൽ പോലും അത് പ്രയോഗിക്കില്ല. ഇന്ത്യ ഉണ്ടെങ്കിൽ പോലും പ്രയോഗിക്കില്ല. പാകിസ്ഥാൻ അങ്ങനെയല്ല, ഉണ്ടെങ്കിൽ പ്രയോഗിക്കും. അക്കാര്യത്തിൽ നമുക്കൊരു ഉറപ്പുണ്ട്. അവർ ലോകത്തിന് മുന്നിൽ മാതൃകയായിട്ടൊരു രാഷ്ട്രമൊന്നുമല്ല, ഒരു തെമ്മാടി രാഷ്ട്രമാണ്. ഈ തെമ്മാടി രാഷ്ട്രം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അനിയനാണെങ്കിൽ അതിൻ്റെ ചേട്ടൻ തെമ്മാടി രാഷ്ട്രമാണ് അമേരിക്ക. മുനീറിനെ മടിയിരുത്തിക്കൊണ്ട് താലോലിക്കുന്ന കൊഞ്ചിക്കുന്ന ട്രംപ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ അമേരിക്ക ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. എങ്കിൽ പോലും അമേരിക്ക, നോർമൽ അമേരിക്ക, ട്രംപ് അല്ലാത്ത അമേരിക്ക ആണെങ്കിൽ ഇറാനിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാൻ മടിക്കും. എന്തുകൊണ്ട് മടിക്കും? അവിടെ പ്രശ്നമുണ്ട്. കാരണം ഇറാൻ റഷ്യയുടെ സഖ്യരാഷ്ട്രമാണ്. ഇറാനിൽ ആറ്റം ബോംബ് അമേരിക്ക പ്രയോഗിച്ചു കഴിഞ്ഞിട്ട് റഷ്യക്ക് പിന്നെ നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത്രയും വലിയ ആയുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ സ്വന്തം സഖ്യരാഷ്ട്രത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ചുമതല റഷ്യയ്ക്കുണ്ട്. ചൈനയും ആണവരാജ്യമാണ്, ഇറാൻ്റെ സഖ്യരാഷ്ട്രവും കൂടിയാണ്. പക്ഷേ ചൈന പ്രയോഗിക്കുമെന്ന് വെച്ചാൽ ഉറപ്പില്ല, പ്രയോഗിക്കാൻ സാധ്യതയില്ല. എങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇറാനിലേക്ക് ആണവ ബോംബ് എന്നൊരു നയത്തിലേക്ക് അമേരിക്ക കടന്നു കഴിഞ്ഞാൽ പിന്നെ ചൈനയ്ക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. അത് ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പാണ്. യു ആർ ദ നെക്സ്റ്റ് എന്ന് പറയുന്ന പോലെയാണത്. അങ്ങനെ വന്നാൽ തായ്വാനിലേക്ക് സൈനിക നീക്കം തീർച്ചയായിട്ടും നടത്തേണ്ടി വരും. കാരണം അങ്ങനെ ചെയ്യുന്ന ചൈനയുടെ നേരെ അമേരിക്ക സൈനികാക്രമണം നടത്തുകയാണെങ്കിൽ അവിടെ ചൈനയ്ക്കൊരു ഓപ്ഷൻ ഉണ്ട്, അമേരിക്കയുടെ നേരെ ഏതൊരു വലിയ ആയുധവും പ്രയോഗിക്കാനായിട്ട്. എന്നാൽ അത്ര പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം റഷ്യയ്ക്കില്ല. റഷ്യയ്ക്ക് അല്ലാണ്ട് തന്നെ പ്രയോഗിക്കാം. റഷ്യ ഇത് 2 രീതിയിൽ പ്രയോഗിച്ചു എന്ന് വരാം. ഒന്നുകിൽ റഷ്യയിൽ നിന്ന് അമേരിക്ക വരുന്ന ഒരു മിസൈൽ വഴി റഷ്യ പ്രയോഗിച്ചെന്ന് വരാം. അല്ലെങ്കിൽ അത്തരൊരു മിസൈലും അത്തരം ആണവ ബോംബും റഷ്യ ഓൾറെഡി ഇറാന് കൊടുത്തിട്ടുണ്ടാവാം, അത് വെച്ചിട്ട് പ്രയോഗിച്ചെന്ന് വരാം. സത്യത്തിൽ ഈ ഇറാൻ്റെ കയ്യിൽ അണുബോംബുണ്ടെങ്കിൽ അത് ഇറാൻ ഡെവലപ്പ് ചെയ്ത അണുബോംബല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻറിച്ച്മെൻറ്റ് നടക്കേണ്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടെന്നൊക്കെ പറയുമ്പോഴും അവർ ഓൾറെഡി ഒരു അണുബോംബ് കൈവശം ഉണ്ടെങ്കിൽ അത് അവർ നിർമ്മിച്ചാൽ വഴിയില്ല, അത് റഷ്യ കൊടുത്തതായിരിക്കാനാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തെ പ്രധാനപ്പെട്ട 3 ശക്തികൾക്ക് ആണവ ബോംബ് സംബന്ധിച്ച് പ്രോക്സി രാജ്യങ്ങളുണ്ട്. ആണവ ബോംബിന് അവർക്ക് കൊടുത്ത് പ്രതിനിധികളായിട്ട് അവർ കൊടുത്തേപ്പിച്ചിരിക്കുന്ന 3 രാജ്യങ്ങളുണ്ട്. ഔദ്യോഗികമായിട്ട് ആ രാജ്യങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 ഉത്തര കൊറിയയാണ്, 2 പാകിസ്ഥാനാണ്, 3 ഇറാനാണ്. ചൈനയുടെ പ്രോക്സി രാജ്യമാണ്, പ്രോക്സി ന്യൂക്ലിയർ പവറാണ് ഉത്തര കൊറിയ. അതായത് ഉത്തര കൊറിയയ്ക്ക് അണുബോംബ് ഉണ്ടാവും, പക്ഷേ ചൈന കൊടുത്തേക്കുന്നതാണ്. അതെന്തിനാണ്? സൗത്ത് കൊറിയയെ ഭയപ്പെടുത്താൻ, ജപ്പാനെ ഭയപ്പെടുത്താൻ, മേഖലയിൽ ശാക്തീകരണം ചൈനയ്ക്ക് അനുകൂലമായിട്ട് സൃഷ്ടിക്കാൻ, മേഖലയിൽ ശാക്തിക അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനായിട്ട്. ഇതുകൊണ്ടാണ് ഉത്തര കൊറിയയെ സൗത്ത് കൊറിയയും ജപ്പാനും ഒക്കെ വല്ലാണ്ട് എതിർക്കുന്നത്. കാരണം അവർക്കറിയാം ചൈന കൊടുത്ത അണുബോംബ് എൻ്റെ കയ്യിലുണ്ട്. സ്വന്തമായിട്ട് അണുബോംബ് നിർമ്മിക്കാനുള്ള സാങ്കേതികയോ സയൻറ്റിസ്റ്റുകളോ അതിനുള്ള പ്രവൃത്തി വരികയോ അവർക്കില്ല. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ നിന്ന് കൊടുത്തു വെച്ചിരിക്കും. അതിന് വേറെ അർത്ഥവും കൂടിയുണ്ട്. മറ്റ് രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ പാകത്തിൽ ഉത്തര കൊറിയയിൽ ചൈനീസ് മിസൈലുകൾ തയ്യാറായിട്ട് നിൽക്കുന്നു. ആ മിസൈലുകളിൽ ആണവ പോർമുനകളുണ്ട്. ചൈനയ്ക്ക് പ്രയോഗിക്കാം. ഏത് പേരിൽ? ഉത്തര കൊറിയ പ്രയോഗിക്കുന്നുള്ള പേരിൽ പ്രയോഗിക്കാം. അപ്പോൾ ചൈനയ്ക്ക് അവിടെ ആരും കുറ്റം പറയത്തില്ല, ഉത്തര കൊറിയ പ്രയോഗിച്ചു, അത്ര തന്നെ. ഇതിൻ്റെ വേറൊരു രൂപമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന് അണുബോംബ് കൊടുത്തിരിക്കുന്ന അമേരിക്കയാണ്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അമേരിക്ക ഇന്ത്യക്കെതിരായത്. നമ്മൾ പാകിസ്ഥാനിലെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. ആരുടെ ആണവ കേന്ദ്രമാണ് നശിപ്പിച്ചത്? ഒഫീഷ്യലി പാകിസ്ഥാൻ്റെ, പക്ഷേ ആക്ച്വലി ആരുടെയാണ്? അത് അമേരിക്കയുടെയാണ്. US കൊടുത്ത അമേരിക്കൻ ആണവ ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവണം, അല്ലാതിരിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം മേഖലയിൽ ശാക്തികമായിട്ടുള്ള അസന്തുലിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെ കൊടുത്തേക്കാണ്. കാരണം ഇന്ത്യക്ക് ഇതായല്ലോ. അങ്ങനെ വന്നാൽ
റഷ്യയുടെ ഒപ്പം നിൽക്കുന്ന ഇന്ത്യ. റഷ്യയുടെ ശാക്തിക ചേരിയിലെ സഖ്യകക്ഷിയൊന്നുമല്ല. റഷ്യയുടെ ഒപ്പം നിൽക്കുന്ന റഷ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യക്ക് ഇതുള്ളപ്പോൾ തൊട്ടടുത്ത് ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്താൻ പാകിസ്ഥാനും കൂടി ഇത് വേണം. തെക്കൻ ഏഷ്യയിൽ ശാക്തികമായിട്ടുള്ള അസന്തുലിതാവസ്ഥ. ചൈനയ്ക്ക് സ്വന്തമായിട്ട് ന്യൂക്ലിയർ ആയുധമുണ്ട്, കുറച്ച് വടക്കുമാർ റഷ്യയ്ക്കുണ്ട്, ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. അപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരാൾക്ക് വേണം, അത് പാകിസ്ഥാനാണ്. മാത്രമല്ല ഇറാൻ അപ്പോൾ ആരാ കൊടുത്തിരിക്കുന്നത്? ഇറാന് റഷ്യയാണ് കൊടുത്തേക്കുന്നത്. അപ്പം റഷ്യയ്ക്ക് ആണവായുധം ഉണ്ട്. ആ റഷ്യ നേരിട്ട് ഒരിടത്ത് പ്രയോഗിക്കാൻ പഠിക്കും. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യയിൽ ആണവായുധം പ്രയോഗിക്കണമെങ്കിൽ അത് നേരിട്ട് അമേരിക്ക ഒരിക്കലും പ്രയോഗിക്കില്ല. ഡ്യൂ ഗാർഷിയിൽ നിന്നൊരു മിസൈൽ വരുന്നപ്പോൾ പ്രതീക്ഷിക്കേണ്ട, ഒരു അമേരിക്കൻ മുങ്ങിക്കപ്പലിൽ നിന്ന് വരുന്നത് പ്രതീക്ഷിക്കേണ്ട, ഒരു അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്നൊരു വിമാനം പറന്നു വന്ന് നമ്മുടെ മുകളിൽ ആറ്റം ബോംബ് ഇടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഏതെങ്കിലും അമേരിക്കൻ ഷിപ്പിൽ നിന്ന് മിസൈൽ പറന്നു വരുന്നതും പ്രതീക്ഷിക്കേണ്ട. വരുന്നത് പാകിസ്ഥാനിൽ നിന്നായിരിക്കും. പാകിസ്ഥാനെ ഉപയോഗിച്ചായിരിക്കും അമേരിക്ക ഇന്ത്യയെ ആക്രമിക്കുന്നത്. ഉത്തര കൊറിയ ആക്രമിച്ചായിരിക്കും ജപ്പാനെയും സൗത്ത് കൊറിയയും ചൈന ആക്രമിക്കുന്നത്. അതുപോലെ ഇറാനെ ആക്രമിച്ചായിരിക്കും അമേരിക്കയുടെ ഇൻസ്റ്റലേഷൻസിനെ റഷ്യ ആക്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ റഷ്യയ്ക്ക് നേരിട്ടൊരു ആണവ ബോംബ് അമേരിക്കയെ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. പകരം ഇറാന്റെ കയ്യിലിരിക്കുന്ന സാധനം വെച്ചിട്ട് ഇറാന് പെർമിഷൻ കൊടുത്താൽ മാത്രം മതി. ഇറാന്റെ കമാൻഡ് ഉപയോഗിച്ച് അവർക്ക് ചെയ്യാൻ പറ്റും. ഇറാനിൽ നിന്ന് 18,000 കിലോമീറ്റർ പറക്കുന്ന ഒരു മിസൈൽ പറന്നുയർന്നാൽ മാത്രം മതി. അത്തരം മിസൈലുകൾ റഷ്യ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സാത്താൻ 2 എന്നൊരു മിസൈൽ ഡെവലപ്പ് ചെയ്തു എന്നുള്ള വിവരം വെളി വിട്ടു. മിസൈൽ ഇപ്പോഴല്ല, ആ മിസൈൽ ഡെവലപ്പ് ചെയ്ത വർഷങ്ങൾ മുമ്പാണ്. അതിന്റെ വികസനം തുടങ്ങിയത് 2000 ആണ്ടിലാണ്. 26 വർഷമായി. അവരിപ്പോൾ പറയുന്നു അത് വിജയിച്ചു എന്ന്. 2022 ഇതിന്റെ പരീക്ഷണം നടത്തുന്നുണ്ട്. അന്ന് അത് പൂർണ്ണമായിട്ട് വിജയിച്ചായിട്ട് റഷ്യ പറഞ്ഞിട്ടില്ല. 2023 തന്നെ വിജയിച്ചിട്ടുണ്ടാവും പൂർണ്ണമായിട്ട്. 22 വിജയിച്ചില്ലെങ്കിൽ 23 വിജയിച്ചിട്ടുണ്ടാവും. പക്ഷേ വിജയിച്ചു എന്നുള്ള വിവരം വെളിവിട്ടിരിക്കുന്നത് ഇപ്പോഴാണ്. അതിനർത്ഥം അതിന് അത്യാവശ്യത്തിന് എണ്ണം മിസൈലുകൾ റഷ്യയുടെ കയ്യിലുണ്ടാവും, ആവശ്യത്തിന് വാർഹെഡ്സ് കയ്യിലുണ്ടാവും, അതിലൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന ആണവ പോർമുനകൾ ഉണ്ടാവും. എന്ന് മാത്രമല്ല, റഷ്യയ്ക്ക് താല്പര്യമുള്ള ചില രാഷ്ട്രങ്ങളിൽ റഷ്യ സ്ഥാപിച്ചിട്ടും ഉണ്ടാകും. അത്തരമൊന്നാണ് നമ്മുടെ ഇറാൻ. അപ്പോൾ വേറെ എവിടെയായിരിക്കും റഷ്യ അതങ്ങനെ വെച്ചിട്ടുണ്ടാവുക? സ്വാഭാവിക സാധ്യത ക്യൂബയിലാവാനാണ്. കാരണം അമേരിക്കയെ സമ്മർദ്ദപ്പെടുത്താൻ വേണ്ടി റഷ്യയ്ക്ക് അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ക്യൂബയാണ്. ഈ ഒരു പരിധിവരെ നേരിട്ട് ക്യൂബയിലേക്ക് എന്തുകൊണ്ട് അറ്റാക്ക് നടത്താൻ അമേരിക്ക പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അവിടെ റഷ്യയുടെ പല സംവിധാനങ്ങളുണ്ടെന്നുള്ളതാണ്. അതിൽ ആണവ സംവിധാനം ഉണ്ടാവാം. പണ്ട് പരസ്യമായിരുന്നു അങ്ങനെ ഉണ്ടെന്നുള്ളത്. പരസ്യമായ കാലത്ത് അമേരിക്ക ഒത്തിരി ഉടക്കി, ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ റഷ്യ അമേരിക്ക തമ്മിൽ സഹകരണത്തിന്റെ ഭാഗമായിട്ട് ആണവ പോർമുനകൾ ക്യൂബയിൽ നിന്ന് എടുത്തു മാറ്റി. അത് പരസ്യമായിട്ട് ചെയ്ത കാര്യം. രഹസ്യമായിട്ടാണെങ്കിലോ പലതും അവിടെ ഉണ്ടാവും. അപ്പോൾ വേണ്ടി വന്നാൽ റഷ്യക്ക് നേരിട്ട് അമേരിക്കയിൽ പ്രയോഗിക്കണമെങ്കിൽ ക്യൂബയിൽ നിന്നായിരിക്കും പ്രയോഗിക്കുക. പരോക്ഷമായിട്ടാണ് പ്രയോഗിക്കണമെങ്കിൽ ഇറാനിൽ നിന്നായിരിക്കും പ്രയോഗിക്കുക. ഇതൊക്കെ അമേരിക്ക അറിയാൻ മേലാത്ത കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഇതിനപ്പുറത്തെ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് അറിയാം. ഇത് സ്വാഭാവികമായിട്ടുള്ള പോസിബിലിറ്റി എന്ന നിലയ്ക്ക് ലോകത്തെ പല യുദ്ധവിശാരദന്മാരും പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനീ പറഞ്ഞിട്ടുള്ളൂ. അമേരിക്കയ്ക്ക് ഇത് അറിയാൻ മേലാത്തതല്ല. അവരുടെ മിലിറ്ററി പോളിസി മേക്കേഴ്സിന് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റഷ്യ എവിടെ നിന്നൊക്കെ അമേരിക്കയിലേക്ക് അണവായുധം പ്രയോഗിക്കും എന്നുള്ളതിന് പൊട്ടൻഷ്യലായിട്ടുള്ള 3 പ്ലേസസ് അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. 3 അല്ല 4. 1 റഷ്യയിൽ നേരിട്ടാണ്, 2 ഇറാനിൽ നിന്നാണ്. ദീർഘദൂര മിസൈൽ ഉപയോഗിച്ചാൽ മതി. 20,000 കിലോമീറ്ററോ 15,000 കിലോമീറ്ററോ പോകുന്ന ഒരു മിസൈൽ ഉപയോഗിച്ചാൽ മതി. മൂന്നാമത്തെ എവിടെയാണ്? മൂന്നാമത്തെ ഉത്തര കൊറിയയിൽ നിന്നാണ്. അലാസ്കൻ മേഖല ആക്രമിക്കാൻ അവിടുന്ന് ഒരു ദീർഘദൂര മിസൈൽ പ്രയോഗിച്ചാൽ മതി. അതുപോലെ റഷ്യയുടെ സൈബീരിയൻ പ്രദേശത്തും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. 4ാമതായിട്ട് ക്യൂബയിൽ നിന്നാണ്. ക്യൂബ അമേരിക്ക വളരെ അടുത്താണ്. വലിയ ദീർഘദൂരം ഒന്നും വേണ്ട, കുറച്ച് കുറഞ്ഞ ദൂരം പോകുന്ന ഒരു വെച്ച് പോലും പ്രയോഗിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ പലയിടത്തുനിന്നും റഷ്യക്ക് പല പേരുകളിൽ, പല ഉത്തരവാദിത്തങ്ങളിൽ, ഒരാളുടെ അല്ല പലരുടെ ഉത്തരവാദിത്തത്തിൽ അമേരിക്ക ആക്രമിക്കാൻ പറ്റും. ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ ട്രംപ് അല്ലാത്തൊരു അമേരിക്ക ആണവാക്രമണത്തിന് മുതിരില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ട്രംപ് ഭരിക്കുന്ന അമേരിക്ക പ്രവചനാതീതമാണ്. എങ്കിലും പെൻഡഗൺ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ട്രംപിന് കൊടുത്തിട്ടുണ്ടാവും. ചാടിക്കയറിയൊന്നും ചെയ്യരുത്, തിരിച്ച് പണി കിട്ടും. ഇതുവരെ ഫെബ്രുവരി 28 തൊട്ട് ഇന്നേ ദിവസം വരെയുള്ള യുദ്ധം അമേരിക്കയെ സംബന്ധിച്ച് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അവർ പ്രവചിച്ച ഒരു രീതിയിലുള്ള യുദ്ധം നടന്നത്. അവർ മുൻകൂട്ടി കണ്ട യാതൊരു വിധത്തിലുള്ള കാര്യങ്ങൾ നടന്നുപോയത്. അവരുടെ കണക്കൂട്ടലെല്ലാം തെറ്റി, മുഴുവൻ കണക്കൂട്ടലും പിഴച്ചു. അതുകൊണ്ട് ഒരു ആറ്റം ബോംബ് പ്രയോഗിച്ചാൽ അവിടെ കൊണ്ട് ഇറാൻ അവസാനിക്കും, അമേരിക്ക വിജയിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതും തെറ്റും. ഇറാന്റെ കയ്യിൽ സ്വന്തം നിലയ്ക്കുണ്ടെങ്കിൽ ഇങ്ങോട്ടെണ്ണം കിട്ടി അവർ തിരിച്ചടിക്കും. അതിനുള്ള മിസൈൽ അവർക്കുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും അമേരിക്ക വരെ ചെല്ലുന്ന മിസൈൽ റഷ്യ ഇറാന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇറാനെ വരെ പ്രഹരിക്കാൻ സാധിക്കും. അതല്ല, അത്രയും ദൂരത്തല്ല എങ്കിൽ ഇസ്രായേലിലായിരിക്കും ആക്രമണം വരിക. അതായത് ഇറാനിലേക്ക് ഒരു ആറ്റം ബോംബ് അമേരിക്കയോ ഇസ്രായേലോ പ്രയോഗിച്ചാൽ അതിൻ്റെ ആദ്യത്തെ തിരിച്ചടി ഇറാൻ കൊടുക്കാൻ പോകുന്ന ഇസ്രായേലിലായിരിക്കും. ആണവ പോർമുന ഇറാന്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇസ്രായേലിൽ തന്നെയായിരിക്കും ആണവാക്രമണം നടക്കുക. അപ്പോൾ ഇത്തരമൊരു വലിയ പോസിബിലിറ്റി അവിടെ മുന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് അമേരിക്കയുടെ
ആഹ്വാനം കേട്ടിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു കാരണം ഇറാൻ്റെ കയ്യിലെ യഥാർത്ഥ ശക്തി എന്ത്, റഷ്യ അവർക്ക് എന്തൊക്കെ ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആണവായുധം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. നമുക്കും അക്കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷെ ഒന്ന് പറയാം, ആണവാക്രമണം ഇറാൻ്റെ നേരെ ഉണ്ടായാൽ ഇസ്രായേലോ അമേരിക്കയോ താങ്ങാത്തൊരു തിരിച്ചടി അവർക്ക് ലഭിക്കും. അത് ഏത് ആംഗിളിൽ എവിടെ നിന്നായിരിക്കും എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റാത്തുള്ളൂ. പക്ഷേ തിരിച്ചടി ഉറപ്പാണ്. തിരിച്ച് അമേരിക്കയും ആണവാക്രമണം ഏറ്റുവാങ്ങേണ്ടി വരും.